Hello friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. KTU കാരെ ഞങ്ങൾ മറന്നിട്ടില്ല. ഇപ്പോൾ SSLC +2 പരീക്ഷകൾ നടക്കുന്നതുകൊണ്ട് അവർക്ക് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ KTU വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റ്സ്, നോട്ട്സ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ റിസൾട്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് തരുന്നുണ്ട് വീഡിയോകൾ വഴി. അപ്പോൾ ലേറ്റസ്റ്റ് ഈ വീഡിയോയിൽ KTU കാരെ സംബന്ധിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന KTU യൂണിവേഴ്സിറ്റിയിലെ എല്ലാ വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് നിങ്ങളുടെ റിസൾട്ട് ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ലേറ്റസ്റ്റ് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ഫെബ്രുവരി 21, 23 ദിവസങ്ങളിലായിട്ട് ഒരുപാട് മെസ്സേജുകൾ ഞങ്ങൾക്ക് വന്നു, റിസൾട്ട് വന്നോ, എന്താണ് അപ്ഡേറ്റ് എന്നൊക്കെ. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, KTUവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും S6 എക്സാം രജിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോഴ്സ് ഡ്യൂറേഷന്റെ എക്സ്റ്റൻഷൻ അതിനും വിളിച്ചിട്ടുണ്ട്. ദെൻ BTech S7ന്റെ എക്സാം നവംബർ 2025 നടന്നതിന്റെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഫെബ്രുവരി 23 വന്നത്. അതല്ലാതെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന S1 നിങ്ങൾ ഡിസംബറിലായിട്ട് എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞു, നിങ്ങളുടെ S2വിന്റെ റിവൈസ്ഡ് ഷെഡ്യൂൾ ഇപ്പോൾ വന്നതനുസരിച്ച് നിങ്ങൾക്ക് ഏപ്രിൽ 2026 അവസാനത്തോടു കൂടി എക്സാം ഒക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ സെക്കൻഡ് സീരീസ് അവർ പറഞ്ഞിരിക്കുന്നത് മാർച്ച് പകുതിയോടുകൂടിയാണ്. മാർച്ച് ഒരു 3rd വീക്ക് 2nd വീക്ക് ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും നിങ്ങളുടെ S1ന്റെ റിസൾട്ട് വരാൻ പോകുന്നത്. സാധാരണ S2വിന്റെ സെക്കൻഡ് സീരീസ് സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം സ്പാനിലാണ് KTUവിന്റെ അണ്ടറിൽ നമ്മൾ ഇതുവരെയും കണ്ടൊരു ട്രെൻഡാണ് ഞാൻ പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ S1ന്റെ റിസൾട്ട് ആ ഒരു സമയത്ത് തന്നെ വരും. നമ്മളൊരു എസ്റ്റിമേറ്റ് ഡേറ്റ് മാർച്ച് 28 മുമ്പ് എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ആ ഒരു സമയത്തിനകത്ത് പ്രതീക്ഷിക്കാം. എന്തായാലും ആദ്യമായിട്ട് എഴുതിയ എക്സാം ആണ്, എന്താകും റിസൾട്ട് എന്ന് ഒരുപാട് പേർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. CGPAയും SGPA ഒക്കെ നിങ്ങൾ ഈ കോളേജുകളിൽ വന്ന് പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചു തുടങ്ങിയതിന് ശേഷമായിരിക്കും കേൾക്കുന്നത്. സോ അത് സ്വാഭാവികമാണ്. എന്തായാലും കാത്തിരിക്കുക. നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ കമന്റ് ബോക്സിൽ പോരട്ടെ. കോളേജ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താലും മതി, ഞങ്ങൾ അയച്ചു തരാം. സോ വേറെ എന്തൊക്കെയാണ് ഗൈസ്, നിങ്ങളുടെ S2 നോട്ട്സ് കംപ്ലീറ്റ് സ്റ്റഡി പാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 8848587431 ഈ നമ്പറിൽ നിങ്ങളുടെ നെയിമും ബ്രാഞ്ചും വാട്സാപ്പ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം. സോ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. സീരീസ് എക്സാം ഒരുപക്ഷെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. S2വിന്റെ സെമസ്റ്റർ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.